കാപ്പ കേസ് പ്രതിയും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. കൗൺസിലറുമായ ആർ. സുഗതന്റെ സത്യപ്രതിജ്ഞ ജയിലിൽ തന്നെ. വിയ്യൂർ സെൻട്രൽ ജയിലിൽ നാളെ രാവിലെ 11-നാണ് സത്യപ്രതിജ്ഞ. കെ.ജെ. ശ്രീജിത്ത് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഏതായാലും നാളെ സുഗതന്റെ സത്യപ്രതിജ്ഞ വിയ്യൂർ ജയിലിൽ നടക്കും. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലറും അതോടൊപ്പം തന്നെ കാപ്പ കേസ് പ്രതിയുമായ സുഗതന് ആശ്വാസം നൽകുന്ന ഒരു വിധിയാണ് അല്പസമയം മുമ്പുണ്ടായിരിക്കുന്നത്. 2 ദിവസം മുൻപ് തന്നെ നെടുമങ്ങാട് കോടതി ഇദ്ദേഹത്തിന് ഈ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് ഇളവ് നൽകിയിരുന്നു. ആ ഇളവ് നൽകിയെങ്കിലും കാപ്പ കേസ് നിലനിൽക്കുന്നതിനാൽ തന്നെയാണ് പിന്നീട് അത് ഹൈക്കോടതിയിലേക്ക് എത്തി. ഹൈക്കോടതിയിൽ നിന്നും ഇളവ് വാങ്ങാനുള്ള ഒരു നീക്കമുണ്ടായത്. പക്ഷേ സർക്കാർ ഇതിനെ രൂക്ഷമായി തന്നെ കോടതിയിൽ എതിർത്തിരുന്നു. ഇത്തരത്തിൽ സത്യപ്രതിജ്ഞയ്ക്ക് ഇദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ അവകാശമില്ലെന്നും ഭരണഘടനാ പ്രകാരമായ ഒരു ആനുകൂല്യം ഈ കാപ്പ കേസ് പ്രതിക്ക് നൽകരുതെന്നും ഒരു കടുത്ത തീരുമാനത്തിലേക്ക് സർക്കാർ പോയ പശ്ചാത്തലത്തിലാണ്. പക്ഷേ ഇദ്ദേഹത്തെ ജനങ്ങളാണ് തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ആ ഒരു ആനുകൂല്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വരുന്ന നാളെ 11 മണിയോടുകൂടി വിയ്യൂർ സെൻട്രൽ ജയിലിൽ സൂപ്രണ്ടിൻ്റെ റൂമിൽ 11 മണിയോടെ സത്യപ്രതിജ്ഞ ചെയ്യാൻ കോടതി അനുമതി നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം മേയർ വി രാജേഷ്, അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകർ എന്നിവർക്ക് മാത്രമാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുക. എന്തായാലും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ഈ മതചിഹ്നങ്ങളും അതോടൊപ്പം തന്നെ ഈ മതവാക്യങ്ങളുമെല്ലാം ദൈവത്തിൻ്റെ പേര് സത്യപ്രതിജ്ഞ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 20-ലധികം കൗൺസിലർമാരെ ഈ വീണ്ടും പുനഃസത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു. അതിലൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും നാളെ 11 മണിയോടുകൂടി തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. എന്നാലും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു കടമ്പയായിരുന്നു ഈ സത്യപ്രതിജ്ഞ വീണ്ടും ചെയ്യണമെന്നത്. അത് നാളെ മറികടക്കാൻ കഴിയും. അങ്ങനെ ഇരിക്കെ തന്നെ പക്ഷേ ഈ 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തില്ലെങ്കിൽ സുഗതൻ സ്വാഭാവികമായി തന്നെ ഈ തൻ്റെ കൗൺസിലർ സ്ഥാനത്ത് നിന്നും അയോഗ്യനാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതിലും ഇപ്പോൾ വി രാജേഷിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. അവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 101 കൗൺസിലർമാരുണ്ട്. ഈ 101 കൗൺസിലർമാരും ഈ വരുന്ന 5 വർഷവും ഇവിടെ തന്നെ കാണും, അയോഗ്യയായി പോകില്ല എന്നാണ് ഇപ്പോൾ വി രാജേഷിൻ്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ ഈ കാപ്പ കേസ് ഉൾപ്പെടെ റദ്ദ് ചെയ്ത് തങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി നേടാനുള്ള നിയമപരമായ പോരാട്ടത്തിലേക്ക് കടക്കുമെന്നും വി രാജേഷ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്തരമൊരു സത്യപ്രതിജ്ഞ ആദ്യത്തെ ഒരു സംഭവമാണ്. നാളെ 11 മണിയോടുകൂടിയാണ് വിയ്യൂർ സെൻട്രൽ ജയിലിൽ സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അത് കേരള ചരിത്രത്തിൽ തന്നെ ഒരു അസാധാരണമായ ഒരു ഉത്തരവാണ്, ഒരു അസാധാരണമായ സംഭവമാണ് നാളെ നടക്കാൻ പോകുന്നത്. തീർച്ചയായും എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. കൗൺസിലറും അതോടൊപ്പം തന്നെ കാപ്പ കേസ് പ്രതിയുമായ ആർ. സുഗതന്റെ സത്യപ്രതിജ്ഞ നാളെ ജയിലിൽ തന്നെ നടക്കും. വിയ്യൂർ സെൻട്രൽ ജയിലിൽ നാളെ രാവിലെ 11-നാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക. കെ.ജെ. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. സർക്കാർ അന്വേഷണവുമായി സഹകരിക്കാൻ PSC യോഗത്തിൽ തീരുമാനം. അന്വേഷണ സംഘം ആവശ്യപ്പെടുന്ന രേഖകൾ കൈമാറും. ഒപ്പം PSC വിജിലൻസ് അന്വേഷണം തുടരുമെന്നും PSC അധികൃതർ അറിയിച്ചു. വ്യാപക പരാതികളെ തുടർന്ന് PSC പരീക്ഷാ ക്രമക്കേടിൽ കേസും രജിസ്റ്റർ ചെയ്തു. ബിനോയ് ചേരുന്നു വിവരങ്ങളുമായി. ബിനോയ്, ഏതായാലും ഈ ഒരു സർക്കാർ അന്വേഷണവുമായി സഹകരിക്കാനാണ് PSCയുടെ തീരുമാനം. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഇന്ന് ചേർന്ന PSC ബോർഡ് യോഗത്തിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി സഹകരിച്ചു പോകാൻ PSC തീരുമാനിച്ചിരിക്കുന്നത്. ബോർഡിൻ്റെ ഒരു വിഭാഗം അംഗങ്ങൾ കടുത്ത സമ്മർദ്ദം തന്നെ ചെലുത്തി ഇത്തരത്തിലൊരു അന്വേഷണവുമായി സഹകരിക്കണം എന്ന്. അതേസമയം ചെയർമാനും ചില അംഗങ്ങളും വിയോജിപ്പ് രേഖപ്പെടുത്തിയെങ്കിലും ആ വിയോജിപ്പ് ഒരു വിഭാഗം അംഗങ്ങൾ അംഗീകരിച്ചില്ല. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടിനോട് ചേർന്ന് പോയില്ല എങ്കിൽ ഭാവിയിൽ PSCക്ക് തന്നെ ദോഷമുണ്ടാകുന്ന തരത്തിൽ ചില നീക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണവുമായി സഹകരിക്കണം എന്ന നിലപാട് ഒരു വിഭാഗം അംഗങ്ങൾ സ്വീകരിച്ചു. ഇതേ തുടർന്ന് ചെയർമാൻ ഈ അന്വേഷണവുമായി സഹകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഒപ്പം PSCയിൽ നിന്നും ആവശ്യപ്പെടുന്ന രേഖകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനോടെല്ലാം സമാന്തരമായി തന്നെ ഇപ്പോൾ വിജിലൻസിൻ്റെ, അതായത് PSCയുടെ വിജിലൻസ് ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ആ അന്വേഷണവും സമാന്തരമായി തുടരും. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുണ്ടെങ്കിൽ അത് കണ്ടെത്തും. ഒപ്പം തന്നെ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകും എന്നൊക്കെ ബോർഡ് യോഗത്തിൽ തീരുമാനമായിട്ടുണ്ടെങ്കിൽ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട അവസാനഘട്ട തീരുമാനങ്ങൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് തന്നെയായിരിക്കും. IG അജിത ബീഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം തുടങ്ങി ആദ്യ ദിവസം തന്നെ ലഭിച്ചത് PSCക്കെതിരെയുള്ള 10
പരാതികളാണ്. അതിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉൾപ്പെടെയുള്ള ചില പരീക്ഷകളിൽ വലിയ തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ നൽകുന്ന പരാതികൾ ലഭിച്ചിരുന്നു. ഇതുകൂടാതെ ഒട്ടുമിക്ക ദിവസങ്ങളിലും വിവിധ പരീക്ഷകളെക്കുറിച്ചുള്ള പരാതികൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നുണ്ട്. ഈ പരാതികളെല്ലാം ആദ്യഘട്ടത്തിൽ ഒരു പ്രാഥമിക പരിശോധന നടത്തിയതിന് ശേഷമുള്ള ഒരു റിപ്പോർട്ട് ഈ മാസം 25-ന് സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും FIR ഇട്ടുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുക. അതിനെല്ലാം ഉപരിയായി ഈ പരാതിക്കാരായ ആളുകളിൽ നിന്നും മൊഴികൾ രേഖപ്പെടുത്തും. വളരെ ചുരുങ്ങിയ ദിവസങ്ങളിൽ തന്നെ മൊഴി രേഖപ്പെടുത്തി തുടങ്ങും. ഒപ്പം ഈ ക്രൈംബ്രാഞ്ച് സംഘത്തിലെ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന കാര്യവും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ ജില്ലകൾ കേന്ദ്രീകരിച്ചോ അതല്ലെങ്കിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളെയോ ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അന്വേഷണ സംഘം വിപുലപ്പെടുത്തും. അങ്ങനെ അത്തരത്തിൽ വിശാലമായൊരു അന്വേഷണത്തിലേക്ക് കടക്കാനാണ് ഇപ്പോൾ സംസ്ഥാന ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഓരോ ദിവസവും നടക്കുന്ന അന്വേഷണത്തിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ മുന്നോട്ട് പോക്ക് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യത്തിൽ കൃത്യമായും DGPയുമായി ചർച്ച ചെയ്ത് ധാരണയിലെത്തും. നിലവിലെ സാഹചര്യത്തിൽ ഒരു വലിയ അന്വേഷണത്തിലേക്ക് തന്നെയാണ് PSCയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ കുറിച്ച് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടത്താൻ പോകുന്നതെന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. എന്തായാലും അന്വേഷണ ഉത്തരവിറങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അന്വേഷണ സംഘം നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. നിലവിൽ ഇപ്പോൾ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും സഹകരണം നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ട്. ഒപ്പം പരാതികളും ഉണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ആദ്യ ദിവസം തന്നെ 10 പരാതി കിട്ടിയിരിക്കുന്നു. ഇപ്പോഴും ഓരോ തരത്തിലുള്ള പരാതികളുണ്ട്. കൂടുതൽ പരാതികളും പരീക്ഷാ നടത്തിപ്പ്, ഒപ്പം തന്നെ അഭിമുഖത്തിന് നൽകുന്ന മാർക്ക്, അതുപോലെ തന്നെ ഈ നിയമന ഉത്തരവുമായി ബന്ധപ്പെട്ട ചില ക്രമക്കേടുകൾ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള വിശാലമായ പരാതികൾ ഇപ്പോഴും ക്രൈംബ്രാഞ്ചിന് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ എല്ലാ പരാതികളും, അതായത് ക്രൈംബ്രാഞ്ചിന് മുന്നിലെത്തുന്ന എല്ലാ പരാതികളും അന്വേഷിക്കാൻ തന്നെയാണ് ഇപ്പോഴത്തെ തീരുമാനം. അതായത് കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്കുള്ള പരാതികൾ ഉൾപ്പെടെ പരിശോധിച്ച് നടപടിയിലേക്ക് കടക്കാനാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്. ശരി, D ബിനോയാണ് വിവരങ്ങൾ നൽകിയത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പിലാക്കിയ ബ്രേക്ക് ദ ചെയിൻ പദ്ധതിയുടെ ഫണ്ട് വിനിയോഗത്തിൽ ഗുരുതര സാമ്പത്തിക ക്രമക്കേടുകളും ചട്ടലംഘനങ്ങളും നടന്നതായി ധനകാര്യ പരിശോധന വിഭാഗത്തിന്റെ റിപ്പോർട്ട്. ചെലവുകളുടെ പൂർണ്ണ ബില്ലുകളോ രേഖകളോ ഹാജരാക്കിയില്ല എന്ന് കാട്ടി സാമൂഹ്യ സുരക്ഷാ മിഷൻ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീലിനെതിരെയാണ് റിപ്പോർട്ട്. സാമ്പത്തിക ഇടപാടുകൾ പ്രത്യേക ബാങ്ക് അക്കൗണ്ട് വഴിയല്ല നടത്തിയതെന്നും പദ്ധതി നടപ്പാക്കാൻ സാമൂഹ്യ സുരക്ഷാ മിഷനെ ചുമതലപ്പെടുത്തിയ സർക്കാർ ഉത്തരവുകൾ നിലവിലില്ലെന്നും ധനകാര്യ വിഭാഗത്തിന്റെ റിപ്പോർട്ടിലുണ്ട്. ഡോക്ടർ മുഹമ്മദ് അഷീലിനെതിരെ അച്ചടക്ക നടപടി വേണമെന്നതാണ് റിപ്പോർട്ടിലെ ശുപാർശ. നേരത്തെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട അക്കൗണ്ടന്റ് ജനറലിന്റെ പരിശോധന നടന്നിരുന്നു. അതിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് വിശദമായ പരിശോധന നടത്താൻ ധനകാര്യ വിഭാഗത്തെ ചുമതലപ്പെടുത്തുകയായിരുന്നു.